നമുക്കിനി ഇതൊരു ഗീതം പഠിക്കാം. ഗീതം, ആദ്യത്തെ ഗീതം മലഹരി രാഗം. അതായത് മലഹരി രാഗത്തില് ഒരു ഗീതമുണ്ട്. 15ാമത് മേളകത്ത രാഗത്തിൽ ജന്യമാണ് മലഹരി. 72 മേളകത്ത രാഗങ്ങളുണ്ട്. പതിനാണെങ്കിൽ ദക്ഷിണായി ഗാനമൂർത്തി വയസ്സതിൽ 22 മേളകത്ത രാഗങ്ങളുണ്ട്. അതിൽ 15ാമത് വരുന്ന രാഗമാണ് മായാമാളവ ഗൗള. അതിൽ ജന്യമാണ്. ഒരു രാഗത്തിൽ ജനിക്കുന്ന ജന്യരാഗങ്ങളാണ്. അതിന് കുറച്ച് സ്വരങ്ങളുടെ എടുത്ത് മാറ്റിയിട്ട് വേറെ രാഗം സൃഷ്ടിക്കുക, ജന്യരാഗം. അപ്പൊ അതിൽ മായാമാള ഗൗളരാഗത്തിൽ നിന്നും ജനിച്ച രാഗമാണ് ഏതാ? മലഹരി രാഗം. ജന്യങ്ങളും. അപ്പൊ അതേ സ്വരസ്ഥാനം തന്നെ നമ്മളെ മായാമാള ഗൗളത്തിൽ ഏതൊക്കെ സ്വരസ്ഥാനങ്ങളാണ് വരുന്നത്? ഷഡ്ജം, ശുദ്ധരിഷഭം, അന്തരഗാന്ധാരം, ശുദ്ധമധ്യമം, പഞ്ചമം, ശുദ്ധദൈവം, കാകളി വിശാഖം. അതേ സ്വരസ്ഥാനമാണ് ഇതിനകത്ത് പ്രത്യേകിച്ച് സരിമ പദസ. ഏതാ? സരിമ പദസ. അപ്പൊ ഏതൊക്കെ സ്വരങ്ങൾ വരുന്നില്ല? മായാമാള സരിഗമ മൊത്തത്തിൽ സരിമ സരിമ പദസ. സാധാപ്പ മകരിസ. അപ്പൊ ആരോഹണത്തില് സരിമ പദസയും അവരോഹണത്തിൽ സാധാപ്പ മകരിസയും വരും. ഒന്ന് പഠിക്കുകയാണ്. സാരി മാ പധ സാധ വലിയ നീളം കേട്ടു. നീ കണ്ടത് സാധ ഇതിനകത്ത് ഗാന്ധാരവും നിഷാദവും വലിയ സ്വരമായിട്ട് വരുന്നു. അന്തരഗാന്ധാരവും കാകളി നിഷാദവും. ബാക്കി സ്വരങ്ങളും മധ്യമവും ദൈവവും ശുദ്ധവും വിഷമൊക്കെ ശുദ്ധവിഷവും ചെറുതാണ്. സാരി മാ പദ സാരി മാ പധ സാധ സാരി മാ പദ സാരി മാ പധ സാധ സരി മാ പധ സാധ മാ പദ സരി ma pa da sa sa ri ri sa
പ മ പ രി സ ദ പ മ പ രി സ ദ പ മ പ പ ഗ ക ഗ രി മ പ ഗ സ സ രി മ പ ഗ സ സ രി സ ദ പ മ പ രി സ ദ പ മ പ മ നി മ മ നി മ രി സ ദ പ മ പ രി സ ദ പ രി സ ദ പ മ പ മ രി സ ദ പ മ പ മ മ രി സ ദ പ മ പ മ മ പ ഗ സ സ രി മ പ ഗ സ സ രി രി സ ദ പ മ പ രി സ ദ പ മ പ മ പ ഗ മ പ മ പ ധ മ പ മ രി മ പ ആ രി മ പ ധ മ പ രി മ പ ധ മ പ ഗ പ മ ഗ രി സ ദ പ മ ഗ രി സ രി മ പ ഗ മ പ രി മ പ ധ മ പ ഗ പ മ ഗ രി സ ദ പ മ ഗ രി സ മ ഗ രി സ രി മ ഗ രി ഗ രി സ സ രി ഗ രി സ ഇത്രേ ഉള്ളൂ. പിന്നെ നമ്മൾ ഇരുമ്പ് ഭാഗം അപ്പൊ എടുത്ത് കൂടെ പാടും. ഓക്കെ